ആറന്മുള സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് തത്സമയ ദൃശ്യങ്ങൾ. ശ്രീജിത്ത് ശ്രീകുമാരൻ ശരിയാണ്. ശ്രീജിത്ത്, ഈ ബാരിക്കേഡുകളൊക്കെ തല്ലിപ്പൊളിക്കാനുള്ള ശ്രമമൊക്കെ നടക്കുന്നുണ്ടല്ലോ, പ്രതിഷേധം എങ്ങനെയാണ് അവിടെ ഇപ്പോൾ? യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിക്കുകയാണ്. പോലീസിന്റെ ഒരു വൻ സന്നാഹം തന്നെ ഇവിടെ തുടരുന്നുണ്ട്. എന്തായാലും യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരാണ്, ഏതാണ്ട് 100ഓളം വരുന്ന പ്രവർത്തകരാണ് ഇവിടേക്ക് മാർച്ച് നടത്തിയിരിക്കുന്നത്. പോലീസിന്റെ ബാരിക്കേഡ് അവർ ഭേദിക്കാനുള്ള ഒരു ശ്രമം ഒരു മേഖലയിൽ നടക്കുന്നു. പോലീസ് അത് ബലമായി തന്നെ തടയുന്ന ഒരു സാഹചര്യവുമുണ്ട്. എന്തായാലും കടമനിട്ട മൗണ്ട് സിയോൺ ലോ കോളേജിലെ വിദ്യാർത്ഥി നിള SFI നേതാക്കൾക്കെതിരെ പരാതി നൽകിയിരുന്നു, മർദ്ദിച്ചു എന്ന പരാതി നൽകിയിരുന്നു. പക്ഷേ അതിനുശേഷം നിളയ്ക്കെതിരെ കേസെടുക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഏതാണ്ട് 3ഓളം കേസുകൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം തന്നെ നിളയ്ക്കെതിരെ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വലിയൊരു പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത, ഈ വിഷയത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ ആറന്മുള CIയെ മാറ്റിയിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. ആറന്മുള CIക്ക് പകരം പത്തനംതിട്ട GSP S നന്ദകുമാറിന് ഇപ്പോൾ അന്വേഷണ ചുമതല നൽകുന്നത്. എന്തായാലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ അത് തള്ളിക്കയറാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകർ ഇപ്പോൾ ബാരിക്കേഡിന് മുകളിലേക്ക് കയറാനുള്ള ഒരു നീക്കം നടത്തുകയാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഏതാണ്ട് 100ഓളം വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഈ ഒരു പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നത്. DCCയുടെ വൈസ് പ്രസിഡന്റുമാരടക്കമുള്ള ആളുകൾ ഈ സമരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് രംഗത്തുണ്ട്. എന്തായാലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുകളിലേക്ക് കയറുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. DYSP S നന്ദകുമാറിന്റെ നേതൃത്വത്തിൽ വിവിധ പ്രദേശങ്ങളിലെ CIമാരടങ്ങുന്ന വലിയ സംഘം ഇവിടെ ചേരുന്നുണ്ട്. എന്തായാലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പിരിഞ്ഞു പോയില്ലെങ്കിൽ ശക്തമായി തന്നെ നേരിടുമെന്ന് പോലീസും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും സമരം ഇപ്പോൾ തുടരുകയാണ്. ശ്രീജിത്ത്, ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റിയത് കൊണ്ട് മാത്രം പ്രതിഷേധത്തിൽ നിന്ന് ഇവർ മാറി നിൽക്കില്ല എന്നാണോ ഇതിന്റെ സൂചന? അതെ, അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റിയതുകൊണ്ട് മാത്രം ഈ പ്രതിഷേധം അവസാനിക്കില്ല എന്ന സൂചന തന്നെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നൽകുന്നത്. അതിൽ അവർ പ്രധാനമായും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 3 കേസുകൾ, അതിൽ SFI നേതാവും അതുപോലെ തന്നെ DYFIയുടെ പെരുന്നാട് ബ്ലോക്ക് സെക്രട്ടറിയുമായ ജെയ്സൺ ജോസഫിനെതിരായാണ് ഈ മർദ്ദന പരാതി ഉയർന്നിരിക്കുന്നത്. ഈ മർദ്ദന പരാതിയിൽ ആദ്യഘട്ടത്തിൽ കേസെടുക്കാൻ തയ്യാറാകുന്നില്ല. അതിനുശേഷം പിന്നീട് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകർ പോലീസ് സ്റ്റേഷനകത്ത് കയറി പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ മാത്രമാണ് ഇത്തരത്തിൽ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ജെയ്സനെതിരെ കേസ് എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം പക്ഷേ തൊട്ടു പിറകെ തന്നെ SFI പ്രവർത്തകരുടെ പരാതിയിൽ അതേ വകുപ്പുകൾ തന്നെ ചുമത്തി ഈ പരാതിക്കാരിയായ നിള എന്ന വിദ്യാർത്ഥിനിക്കെതിരെയും ഇത്തരത്തിൽ കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സ്വാഭാവികമായി അതിനുശേഷം 3ാമത്തെ കേസ് വീണ്ടും നിളയ്ക്കെതിരെ എടുത്തു. അത് SFI പ്രവർത്തകനായ അർജുൻ എന്ന വിദ്യാർത്ഥിയെ ജാതി പേര് വിളിച്ച് അപമാനിച്ചു എന്നാണ് അത്തരത്തിലുള്ള കേസ്. അതും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസിനെ നിയമപരമായി നേരിടുമെന്ന് യൂത്ത് കോൺഗ്രസ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അതിലൊരു പ്രതിഷേധത്തിലേക്കാണ് വനിതാ പ്രവർത്തകർ അപ്പുറത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുന്നു. വനിതാ പോലീസുകാരില്ല, വനിതാ പ്രവർത്തകരാണ് തള്ളിക്കയറാൻ ശ്രമിക്കുന്നത്. വനിതാ പോലീസുകാർ അപ്പുറത്തെ മേഖലയിൽ മാത്രമാണുള്ളത്. അവർ അകത്തേക്ക് കയറുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. വനിതാ പ്രവർത്തകരാണ് ഇപ്പോൾ തള്ളിക്കയറുന്നത്. വലിയ തോതിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇപ്പോൾ മാറുന്നുണ്ട്. എന്തായാലും പോലീസ് പരമാവധി സംയമനം പാലിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. DYSP S നന്ദകുമാറാണ് ഈ പോലീസ് സംഘത്തിന് നേതൃത്വം നൽകുന്നത്. അദ്ദേഹമാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വീണ്ടും പോലീസുമായി ഉന്തിലും തള്ളിലേക്കും വരെ കാര്യങ്ങൾ നീങ്ങുന്ന ഒരു സാഹചര്യം. എന്തായാലും ആറന്മുള മേഖലയിൽ ഇത്തരത്തിലൊരു സമരം വളരെ കാലങ്ങൾക്ക് ശേഷമാണ് നടക്കുന്ന. പോലീസിന്റെ ഭാഗത്തു നിന്ന് വലിയ തോതിൽ ഒരു പ്രത്യാക്രമണം ഇതുവരെ ഉണ്ടായിട്ടില്ല. പോലീസ് അവരുടെ പരമാവധി സംയമനം പാലിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ, അതുപോലെ തന്നെ പത്തനംതിട്ട നഗരസഭ പ്രതിപക്ഷ നേതാവ് ജാസിൻകുട്ടി അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും DYSP നന്ദകുമാറിന്റെ നേതൃത്വത്തിലുള്ള വളരെ കൃത്യമായി തന്നെ സംയമനം പാലിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും
മാറിയില്ലെങ്കിൽ മറ്റു നടപടിക്രമങ്ങളിലേക്ക് വരും, തങ്ങൾക്ക് ആക്ഷനിലേക്ക് കടക്കേണ്ടി വരുമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ എന്തായാലും പിരിഞ്ഞു പോകുന്നില്ല എന്നാണ് കാണുന്നത്. നേതാക്കളോട് പ്രവർത്തകരെ ശാന്തരാക്കാൻ ഡിവൈഎസ്പി ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ പ്രവർത്തകർ ഇപ്പോഴും അതേപോലെ തന്നെ പോലീസുമായി മുന്തിലും തള്ളിലേക്കും കാര്യങ്ങൾ നീങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും വിജയ് ഇന്ദുചൂടൻ അടക്കമുള്ള നേതാക്കൾ സ്വാഭാവികമായി ഇവിടെ തന്നെ തുടരുന്ന ഒരു സാഹചര്യം. എന്തായാലും നേതാക്കൾ പറഞ്ഞിട്ടും പ്രവർത്തകർ ഇതുവരെ ശാന്തരാകുന്നില്ല. വനിതാ പ്രവർത്തകരാണ് ഏറ്റവും മുകളിൽ കയറി അല്ലെങ്കിൽ ആ പ്രദേശത്ത് കയറി ഇതുപോലെ തന്നെ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. എന്തായാലും പോലീസ് പരമാവധി മൗണ്ട് സിയോൺ കോളേജ് സംഘർഷത്തിൽ പരാതിക്കാരിയായ വിദ്യാർത്ഥിക്കെതിരെ കേസെടുത്തതിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആറന്മുള പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുകയാണ്. ബാരിക്കേഡുകൾ തകർത്ത് മുന്നോട്ട് പോവുക തന്നെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. വിശദാംശങ്ങൾ നൽകിയത് ശ്രീജിത്ത് ശ്രീകുമാരനാണ്.